പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം ആദ്യത്തോടു കൂടിയാണ് നടക്കുന്നത്. അപ്പം നമ്മുടെ വാർഡുകളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെല്ലാം ഓടി നടന്ന് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാ വാർഡിലും നല്ല മത്സരങ്ങളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പുതുപ്പള്ളി പഞ്ചായത്ത് തന്നെയല്ല കേട്ടോ, ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തില് ഈ പ്രാവശ്യം ഒരു വാർഡും കൂടെ കൂടുതലാണ് വന്നിരിക്കുന്നത്. നേരത്തെ 18 വാർഡായിരുന്നു, ഈ പ്രാവശ്യം 19 വാർഡാണ് വന്നിരിക്കുന്നത്. അപ്പൊ നല്ല മത്സരങ്ങളാണ്. അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് വാർഡ് വിഭജനം നടന്നതുകൊണ്ട് പല ഈ പാർട്ടികളുടെ വോട്ടുകളെല്ലാം അങ്ങനെ വേർതിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം കോൺഗ്രസ് പാർട്ടിക്കാണെങ്കിൽ അവർക്ക് പറയാം ഞങ്ങളുടെ വാർഡിൽ ഇത്ര വോട്ടുണ്ടെന്ന് പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് പറയാം, BJPക്ക് അത് പറയാം. പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം അതൊന്നും അത്ര എളുപ്പമല്ല. കാരണം വോട്ടുകളെല്ലാം പല വാർഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയിരിക്കുകയാണ്. ചില വാർഡുകൾ ചെറുതായിട്ടുണ്ട്, ചില വാർഡുകളൊക്കെ വലിയ വാർഡുകളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ്. അപ്പൊ പിന്നെ ഈ പ്രാവശ്യം പണ്ട് കാലത്തൊക്കെ നമ്മൾ വോട്ട് ചെയ്യുമ്പോഴത്തേന് പറയും, ഒരു വാർഡ് കണക്കൂട്ടുമ്പം പറയും ഇവിടെ കോൺഗ്രസിന് ഇത്ര വോട്ട്, അല്ലെ കമ്മ്യൂണിസ്റ്റിന് ഇത്ര വോട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോഴത്തെ ഇലക്ഷനെ സംബന്ധിച്ച് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ കുറെ ആൾക്കാർക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. പണ്ട് കാലത്ത് നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി വലിയൊരു ആഗ്രഹമായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി നമ്മൾ 18 വയസ്സാകാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പം 18 അല്ല, 20 അല്ല, 25 ആയെന്ന് പറഞ്ഞാലും ഇതവർക്കൊന്നും ആർക്കും ഒരു താല്പര്യമൊന്നുമില്ല. കാരണം ജനങ്ങൾ അങ്ങ് മടുത്തുപോയി. അപ്പൊ അത് കാരണം മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരും വീടാന്തരം തടന്ന് ആൾക്കാരെ ഇതിനകത്തോട്ട് ചേർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇലക്ഷൻ ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. വാർഡുകളിലെല്ലാം സ്ഥാനാർത്ഥിമാരൊക്കെ തെക്കും തിരക്കുകയാണ്. MLA വീട്ടിലും ഒക്കെ ആയിട്ടൊക്കെ ആൾക്കാരെല്ലാം ഇടിച്ചു നിൽക്കുകയാണ്. മറ്റുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകളിലും ആൾക്കാർ നിൽക്കാൻ വേണ്ടി ഭയങ്കര മത്സരങ്ങൾ അവിടെ തന്നെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റാകാനും അങ്ങനെ ഓരോരോ കാര്യത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറോട് നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട് മെമ്പറെ, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ പൊന്നെ ഇതുപോലെ ഒരു നശിച്ച ജോലി അവരുടെ വായിന്ന് അതാണ് വരുന്നത്. കാരണം ഇവെല്ലാം കിട്ടുന്നതുകൊണ്ട് നമുക്ക് വെല്ലം തികയ. വാർഡിലാണ് കല്യാണമായി, മരണമായി, ഇതിനെല്ലാം പൈസ മുടക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ, ഇതിന്റെ അകത്തൊന്നും ഒന്നും കിട്ടാനില്ല. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഈ തലവേദന ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നാണ് എല്ലാ മെമ്പർമാരും നമ്മളോട് പറയുന്നത്. പക്ഷെ ഇലക്ഷൻ വരുമ്പം വീണ്ടും ഇവരെല്ലാം മറക്കുകയാണ്. വീണ്ടും പഴയ നിന്ന ആൾക്കാരെല്ലാം വീണ്ടും മത്സരിക്കാൻ വേണ്ടി ആവേശം കൊള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. പല വാർഡിലും എന്നോട് രാഷ്ട്രീയ പാർട്ടിയിലെ പലരും പറയുന്നത്, ചില സ്ഥാനാർത്ഥിമാർ പറയും എന്നെ തല്ലിക്കൊന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മാറത്തില്ലെന്ന് പറയും. പിന്നെ ഈ സംവരണം വരുന്നു, വനിതാ സംവരണം വരുന്നു, അങ്ങനെ വരുന്ന വാർഡുകൾ ജനറലിന് വരെ വനിതകൾ മത്സരിക്കാൻ വേണ്ടി ഇടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 8,000 രൂപയാണ് സാലറി പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ അത് നമുക്കറിയാലോ, ഈ 8,000 രൂപ കിട്ടുന്നതുകൊണ്ട് ഇവരുടെ ഒരു കാര്യങ്ങൾ ഓടത്തില്ല. പക്ഷെ ഇതൊന്നും അല്ലല്ലോ വരുമാന സ്രോതസ്. അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും ഇടിച്ചു നിൽക്കുന്നത്. അതുപോലെ ഒരു വാർഡ് മെമ്പർക്ക് കിട്ടുന്ന പൈസ ഞാൻ പറഞ്ഞില്ലേ 8,000 രൂപ എന്ന് പറയുന്നില്ലേ, നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് കിട്ടുന്ന തുകയെന്ന് പറയുന്നത് 14,200 രൂപയാണ് അവരുടെ സാലറി വരുന്നത്. അതുപോലെ വൈസ് പ്രസിഡന്റ് കിട്ടുന്നത് 11,600 രൂപയാണ് വൈസ് പ്രസിഡന്റ് സാലറി. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പേഴ്സണൽ ചെയർമാനൊക്കെ കിട്ടുന്നത് 9,200. ഈ സ്കെയിലാണ് പോകുന്നത്. അപ്പൊ പഞ്ചായത്ത് മെമ്പർ കിട്ടുന്നത് 8,000 രൂപ. നമുക്കറിയാമല്ലോ, ഇതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ. ഇതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് 75,000 രൂപയ്ക്ക് കൂടുതൽ ചെലവാക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സ്ഥാനാർത്ഥിമാരൊക്കെ ചെലവാക്കുന്ന തുകയെന്ന് പറഞ്ഞാൽ 2-3 ലക്ഷം രൂപയാണ് ഒരു വാർഡിലെ പേർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ചെലവാക്കുന്നത്. ഇതൊക്കെ എവിടുന്ന ഈ പൈസയൊക്കെ തിരിച്ചു പിടിക്കേണ്ടതെന്നുള്ളത് അവർക്ക് നല്ലപോലെ അറിയാം. അപ്പൊ നമുക്ക് ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ ഒരു സാധാരണ ഇലക്ഷൻ പോലെ കരുതരുത്. പഞ്ചായത്ത് ഇലക്ഷൻ തന്നെയാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. കാരണം നമ്മുടെയൊക്കെ വാർഡുകളിലൊക്കെ മിക്ക വാർഡുകളിലും ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കുക എന്ന് പറയുന്നത് ഒരു വാർഡ് മെമ്പറെ കൊണ്ടും അതുപോലെ തന്നെ പഞ്ചായത്തിനെ കൊണ്ടും MLA കൊണ്ടും ഒക്കെ ഒരു കൂട്ടായ പരിശ്രമത്തിൽ കൂടെ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. പഞ്ചായത്തിലെ ഒരു മെമ്പർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകമൊക്കെ നോക്കി വിശദമായി പഠിച്ചെങ്കിൽ മാത്രമേ ഒരു പഞ്ചായത്തിൽ ഏതൊക്കെ രീതിയിൽ ആ മെമ്പർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ മനസ്സിലാകത്തുള്ളൂ. അതൊന്നും ഇല്ലാതെ ഇപ്പൊ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവരവിടെ വരുന്ന ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ പല ദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത്.
അവർക്ക് മുടക്കം കൂടാതെ അവർക്ക് സാലറി കിട്ടുന്നുണ്ട്. അവർക്കിപ്പം പുതുപ്പള്ളി പഞ്ചായത്ത് നന്നായാലും വാകത്താനം പഞ്ചായത്ത് നന്നായാലും അതുപോലെ മണർകാട് പഞ്ചായത്ത് നന്നായാലും അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടും. എന്നാൽ അവരെ കൊണ്ട് ആ ജോലികളെല്ലാം വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യിപ്പിക്കാനുള്ള കടമ പഞ്ചായത്ത് മെമ്പർമാർക്കാണ്. അപ്പൊ അത് നല്ല രീതിയിൽ ആ പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ ആ വാർഡിലെ കാര്യങ്ങളൊക്കെ ഓടത്തുള്ളൂ. ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലേക്ക് വരുന്നതാണ്. ഇതൊക്കെ വേണ്ട സമയത്ത് ഇത് വിനിയോഗിക്കുന്നുണ്ട്. ഒരുപാട് ഫണ്ടുകളൊക്കെ ഇപ്പൊ പുതുപ്പള്ളി തന്നെയൊക്കെ ആണെങ്കിലും ഒരുപാട് ഫണ്ടുകളൊക്കെ തിരിച്ചുപോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുതുപ്പള്ളി തന്നെയല്ല, പല പഞ്ചായത്തുകളുണ്ട്. ജനങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇതിന്റെയൊക്കെ കാരണക്കാരൊക്കെയാണ്? ഈ നല്ല അറിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ള മെമ്പർമാർ വേണം. അത് തന്നെയല്ല, പഴയ ആൾക്കാരൊക്കെ മാറിക്കൊടുത്തിട്ട് പുതിയ ആൾക്കാർ, പുതിയ തലമുറകൾ ഇതിലേക്ക് വരണം. അത് വരാനൊന്നും തയ്യാറാകുന്നില്ല. പ്രായമുള്ളവരും എത്രയോ വർഷങ്ങളായിട്ട് ഈ മെമ്പർ സ്ഥാനത്ത് നിന്നവർ അവരൊന്നും ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു മെമ്പർ ആ വാർഡിൽ നിന്ന് ജയിച്ചു, അടുത്ത വർഷം വരുന്നത് അവിടെ വനിതാ സംവരണമാണെങ്കിൽ വേറെ ഒരാളെ നിർത്താനല്ല ശ്രമിക്കുന്നത്. സ്വന്തം ഭാര്യയെ തന്നെ, അത് ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാലും ഭാര്യയെ തന്നെ അവിടെ നിർത്തും. അത് അവരെങ്ങനെയൊക്കെ ജയിച്ചും ചിലപ്പം വന്നെന്നിരിക്കും. ഇവരൊക്കെയാണ് നമ്മളെ ഭരിക്കേണ്ടിയവർ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ താമസിക്കുന്നത് പുതുപ്പള്ളി പഞ്ചായത്തിലെ 9ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വാർഡെന്ന് പറഞ്ഞാൽ ഏറ്റവും എനിക്ക് തോന്നുന്ന പുതുപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും ഒരു ഇത് പിടിച്ച ഏറ്റവും എന്ന് പറഞ്ഞാൽ ഒരു ഇതും കിട്ടാതെ ഒരു അവഗണന പിടിച്ചൊരു വാർഡാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ്. ആ 9ാം വാർഡിലെ അവസ്ഥ എന്താണെന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചാണ്ടിയുമ്മനും ജയിക്കും തമ്മിൽ മത്സരിച്ചപ്പോഴത്തേന് ചാനലുകൾ മുഴുവൻ വന്നിട്ട് പാറമട, ഇവിടെ മുഴുവൻ കുടിവെള്ളം ഉപയോഗിക്കുന്ന മുഴുവൻ പാറമടയില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയം പറയുമ്പോഴത്തേന് പറയും കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറഞ്ഞു. ഇതൊന്നുമല്ല ഞാൻ പറയുന്നത്, പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് സത്യമായ കാര്യമാണ്. ഞങ്ങളുടെ വാർഡിൽ ഇപ്പോഴും കുടിവെള്ളത്തിന് ആൾക്കാർ പാത്രമായിട്ട് പൈപ്പിൻ ചോട്ടി ക്യൂ നിൽക്കുന്ന കാഴ്ച നിങ്ങളെ നേരിട്ട് ഞാൻ വേണേൽ കാണിക്കാം. കാരണം ഞാൻ അനുഭവസ്ഥനാണ്, ഞാൻ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ വാർഡിന്റെ തൊട്ട് താഴെയാണ് ഞണ്ടുകുളത്തിലെ പമ്പ് ഹൗസ്. അവിടുത്തെ പമ്പ് ഹൗസിലെ ജീവനക്കാരോട് ചോദിച്ചാൽ അവരെ അറിയാം. അതുപോലെ ബുദ്ധിമുട്ട്. ഇവിടുന്ന് മിക്ക ദിവസം ഒരു ടാപ്പ് വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ അന്നേരം തന്നെ പമ്പ് ഹൗസിൽ ചെന്ന് ബഹളം വെക്കുകയും അങ്ങനെ ഒരുപാട് 50 വർഷക്കാലമായിട്ട് ആൾക്കാർ ഈ പാറമടയിലെ വെള്ളമാണ് ചുമന്ന് കുടിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഞാൻ ഇവിടുത്തെ ഒഴുകുന്ന ഒരു തോടാണ് ഞണ്ടുകളം തോട്. അത് വേനൽക്കാലാകുമ്പോൾ പറ്റും. പിന്നെ ഈ പാറമടയിലെ വെള്ളം പമ്പ് ഹൗസിന്റെ സമീപത്തോട്ട് പമ്പ് ചെയ്ത് അവിടുന്ന് ആ വെള്ളം കൊണ്ടാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഞങ്ങളൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ വെള്ളം ചുമന്നുകൊണ്ട് വന്ന കാഴ്ചകളുണ്ട്. ഇത് എത്രയോ വർഷമായിട്ട് ഇതിനൊന്നും പരിഹരിക്കാൻ വേണ്ടി, എന്നാൽ ഇതിനും വലിയ രൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ടായ വാർഡുകളൊക്കെയാണ് ഇഞ്ചക്കാട്ട്, കുന്നെ, കോഴിമല. അവിടെയൊക്കെ കുടിവെള്ളമുണ്ട്. ഞങ്ങളുടെ വാർഡിൽ ഇപ്പോഴും ഒരിടത്തും കുടിവെള്ളമായിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് 9ാം വാർഡ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ MLA പറഞ്ഞെന്ന് പറയും, അല്ലെങ്കിൽ പാർട്ടിക്കാരെ പറഞ്ഞെന്ന് പറയും. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിപ്പം ഇതിന്റെ തൊട്ട് താഴെ വരുന്ന കമന്റുകളൊക്കെ നിങ്ങൾ വായിച്ചറിയാം. അതുപോലെയുള്ള കമന്റുകളായിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ പറയാനുള്ള എന്താണെങ്കിലും പറയും. ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പാറമടയിലെ വെള്ളമാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഒരു വാർഡ് വേറെ എങ്ങും കാണത്തില്ല. ഞാൻ ചെറിയൊരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം. ഇതൊന്ന് കാണുക. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡ് പൊങ്ങൻപാറയാണ്. ഈ മോളിക്കൂടെ പോകുന്നത് ഇലക്ട്രിക് ലൈൻ ഒന്നുമല്ല. ഇതെല്ലാം ഓരോ വീട്ടിലേക്കും പോകുന്ന കുടിവെള്ള പൈപ്പുകളാണ്. പാറമടയിൽ നിന്ന് വെള്ളമെടുത്താണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ കഴിയുന്നത്. ഇന്നത്തെ കാലത്ത് ഒരുപാട് രോഗങ്ങൾ, ഇപ്പം നമുക്കറിയാം, പുതിയ ഓരോ രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരമൊക്കെ കുടിവെള്ളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നുള്ളത് നമുക്ക് ഡോക്ടർമാരെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ പാറമടകൾ മുഴുവൻ വെള്ളം നിറഞ്ഞ് ഏറെക്കുറെ 10-20 വർഷക്കാലമായിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഈ പാറമടകളിലെ വെള്ളമാണ് ഈ പ്രദേശത്തുള്ളവർ ഉപയോഗിക്കുന്നത്. ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേന് ഏത് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അതുപോലെ നിയമസഭാ ഇലക്ഷൻ ആണെങ്കിലും ഇതെല്ലാം വരുന്ന സമയത്ത് ചാനലുകൾ മുഴുവൻ വന്നിട്ട് ഇതെല്ലാം വീഡിയോ എടുത്തുകൊണ്ട് പോകും. പക്ഷെ അതിനുശേഷം ആരും തിരിഞ്ഞു നോക്കാറില്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവിടെയുള്ള ഒരു വീട്ടുകാർക്കും കുടിവെള്ളമില്ല. ഇതൊരു പാറമടയാണ്. ഈ പ്രദേശത്ത് മുഴുവന് ഏറെക്കുറെ 7-8 പാറമടകളോളം ഉണ്ട്. ഒരു കാലത്ത് ഇവിടുത്തെ പാറ പൊട്ടിച്ചാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം, ജോലിക്കാരും എല്ലാം ഉപജീവനം നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഇത് നിന്നുപോയി കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ പാറക്കുളത്തില് മഴ പെയ്ത് വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത്. ഇതുപയോഗിച്ചാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇപ്പം ഈ കാലഘട്ടത്തിൽ 2026 ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പാറമടയിലെ വെള്ളങ്ങളാണ്. അതുപോലെ ഈ പാറമടകൾക്കൊന്നും സംരക്ഷണ ഭിത്തികളോ കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് കുട്ടികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഈ പാറമടകളിലെല്ലാം. അതെല്ലാം മരണപ്പെട്ടതുമാണ്. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഈ റോഡ് സൈഡിൽ ഒരു സംരക്ഷണ ഭിത്തി ഈയിടെ പഞ്ചായത്ത് കെട്ടിയത്. അത് നമുക്ക് കാണാത്തതുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്നിടത്താണ്.
അതുപോലെ ഇവിടെ 1-2 ഇലക്ട്രിക് പോസ്റ്റ് അപകടാവസ്ഥയിലായിട്ടുണ്ട്. ഇതൊന്നും വിളിച്ചു പറഞ്ഞാൽ പോലും ഈ പ്രദേശത്തോട്ട് ഇലക്ട്രിക്കൽ സെക്ഷനിലുള്ള ഒരു ജോലിക്കാർ പോലും ഈ ഭാഗത്തേക്ക് വരത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഇടയ്ക്കെല്ലാം 1-2 വീഡിയോ ഒക്കെ ഇട്ടതാണ്. ഇതുണ്ട്, ഇതെല്ലാം മുകളിൽ പോകുന്നതെല്ലാം ഓരോ വീട്ടിലേക്കും പോകുന്ന കുടിവെള്ളമാണ്. ഉണ്ടോ, ഇവരൊക്കെ ഓരോ ആൾക്കാരും എല്ലാം കൂലിപ്പണിക്കാരാണ്. അതുപോലെ മിക്ക ആൾക്കാർക്കും ഇവിടെ അസുഖങ്ങളുമാണ്. ഇതൊന്നും നോക്കാനോ ഇതൊന്നും പരിഹരിക്കാനോ ഒരു പഞ്ചായത്തിലെ അധികാരികൾ പോലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. ഇലക്ഷന്റെ സമയത്താണ് എല്ലാവരും വരുന്നത്. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു കുടിവെള്ളത്തിനായിട്ട് പരക്കം പായുകയാണ്. അവർ കൂലിപ്പണി ചെയ്തതിൻ്റെ മിച്ചം പിടിക്കുന്ന പൈസ കൊണ്ട് വാഹനത്തിൽ കുടിവെള്ളമൊക്കെ ഇറക്കിയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ഈ അടുത്ത കാലത്ത് സംരക്ഷണ ഭിത്തി ഇവിടെ കെട്ടിയതാണ്. ഈ പാറമടയിലെ വെള്ളമാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ കാണിക്കാം. ഇതിൻ്റെ തൊട്ട് മോള് വശത്തൊരു വാർഡുണ്ട്. വാർഡെന്ന് പറഞ്ഞാൽ CSI കുന്നംപുറം, CSI പള്ളിയൊക്കെ ഇരിക്കുന്ന ഒരു കുന്നംപുറമാണ്. ആ പ്രദേശത്തുള്ള ആൾക്കാരാണ് മുഴുവൻ ഇവിടുത്തെ ഈ പാറമടയിലെ വെള്ളം ഉപയോഗിക്കുന്നത്. അവർ ഇതെല്ലാം അവരുടെ മോട്ടറൊക്കെ ഘടിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ മീറ്ററൊക്കെ വെച്ചിരിക്കുന്ന ഷെഡുകളാണ്. ഈ പാറമടയ്ക്ക് അകത്തോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഈ കാണുന്ന ലൈനുകൾ മുഴുവൻ ഇതുപോലെ തന്നെ ഇതുണ്ട്, ഇതെല്ലാം മീറ്ററുകളാണ്. മോട്ടർ ഈ വെള്ളത്തിൽ ഇടുന്ന മോട്ടറുകളൊക്കെയാണ് കൂടുതലും. എന്നാലും ഇത് ഇത്രയും അടയുന്നത് പമ്പ് ചെയ്ത് കയറത്തുള്ളൂ. വർഷങ്ങളായിട്ട് ഈ വെള്ളമാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വെള്ളം ഇങ്ങനെ വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം തന്നെയാണ്. എങ്കിലും ഒരു പരിധി വരെ ആൾക്കാർ ഇത് വൃത്തിക്കൊക്കെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് അവരിപ്പോഴും വെള്ളം ഉപയോഗിക്കുന്നത്. വേനൽക്കാലമൊക്കെ ആയി കഴിയുമ്പോഴത്തേന് ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറും. ഒരവസ്ഥയിലാണ്. ഇതെല്ലാം മോട്ടറെല്ലാം വലിയ കയറെല്ലാം കെട്ടി ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് എന്തുമാത്രം മോട്ടറുകളുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാൻ പോലും പറ്റത്തില്ല. എല്ലാ സൈഡിലും ഇത് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഇത് പോകുന്നത്. അപ്പം ഈ കുന്നംപുറം CSI പള്ളി ഇരിക്കുന്ന കുന്നംപുറത്തെ കാഴ്ചകളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കണ്ടതാണ്. ഓരോ വീട്ടിലേക്ക് നടന്നു പോകാൻ പോലും വഴിയില്ലാത്തൊരവസ്ഥയിലാണ്. മൃതദേഹങ്ങളൊക്കെ എന്തെങ്കിലും മരണമൊക്കെ വന്നു കഴിയുമ്പോൾ മൃതദേഹങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നതും അസുഖം വന്നവരെ ചുമന്നുകൊണ്ട് പോകുന്നതും എല്ലാം ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. അതുപോലെ ദുരിതം പിടിച്ച ഒരു വാർഡാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡെന്ന് പറയുന്നത്. ഇത് ഇലക്ഷൻ്റെ സമയത്ത് മാത്രമേ ഇത് ചർച്ച ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പം പിന്നെ ആരും ഇത് മിണ്ടത്തില്ല. ഞാൻ ഈ വാർഡിൽ താമസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുന്നത്. ഇവിടെ എല്ലാം ഈ പാറയോട് ചേർന്ന് മുഴുവൻ കിടക്കുന്ന ഇതുപോലുള്ള പൈപ്പ് ലൈനുകളാണ് ഭിത്തി വഴി കിടക്കുന്ന എല്ലാം കണ്ടോ, നമുക്ക് കാണാം കയറിട്ട് കെട്ടിയിരിക്കുന്നത്. ഇത്ര മോശപ്പെട്ട വെള്ളം കുടിക്കുന്ന ഒരു വാർഡെന്ന് പറയുന്നത് പുതുപ്പള്ളി പഞ്ചായത്തിൽ നിന്നല്ല ഒരിടത്തും കാണത്തില്ല. അത്രയ്ക്കും ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇനിയിപ്പം ഈ വാർഡുകാർക്കൊക്കെ ആകപ്പാടെ ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് ജൽജീവൻ മിഷൻ്റെ കുടിവെള്ളമാണ്. അതും ഇപ്പം അനാസ്ഥ മൂലം അതും മുടങ്ങിക്കിടക്കുകയാണ്. അത് പഞ്ചായത്ത് ഏറെക്കുറെ 75 കോടി രൂപയോളം ബഡ്ജറ്റുള്ളൊരു പദ്ധതിയാണ്. അത് വന്നെങ്കിൽ മാത്രമേ ഈ 9ാം വാർഡിൽ നിന്നല്ല പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ മിക്ക വാർഡുകളിലും ഇതുപോലുള്ള കുടിവെള്ളം എത്തത്തുള്ളൂ. അതിന് ആരും ശ്രമിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഈ 2026 ആയിട്ട് പോലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ മിക്ക വാർഡുകളിലും കുടിവെള്ളം എത്താത്ത സാഹചര്യമുണ്ട്. എന്നാൽ ഇതിന് മുൻകൈ എടുക്കാനോ ഇതിൻ്റെ ഇപ്പം ജലജീവൻ മിഷൻ്റെ പണികളൊക്കെ നിന്ന് കിടക്കുകയാണ്, സമരമായിട്ട് കിടക്കുകയാണ്. എന്നാൽ അതൊന്ന് പൂർത്തീകരിക്കാനോ അതിനൊന്നും തയ്യാറാകാനും ഒന്നും ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരികയാണ്. ഭരണസമിതിയുടെ ഇപ്പം നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു. ഇനി പുതിയ ഭരണസമിതി വന്നതിന് ശേഷം മാത്രമേ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകത്തുള്ളൂ. കണ്ടല്ലോ, ഇതാണ് ഈ വാർഡിലെ അവസ്ഥ. ഇത് തന്നെയല്ല, പല വാർഡിലും ഇതുപോലെ തന്നെ അവസ്ഥ. നമുക്ക് ഭരണക്കാരനെ സംബന്ധിച്ച് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ അവർക്ക് വഴി വേണം, കുടിവെള്ളം വേണം. ഇത് രണ്ടുമാണ് വേണ്ടത്. ഇത് ഇത്രയും വർഷമായിട്ട് പുതുപ്പള്ളിയിൽ ഇല്ലാത്ത വാർഡുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വാർഡുണ്ട്. പയ്യപ്പാടിയിലും അതുപോലെ അടുമങ്കാട് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തുനിന്നും മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിലേക്ക് ഒരു പ്രാവശ്യം ഈ പയ്യപ്പാടി കൊച്ചുമറ്റത്തുനിന്ന് കുടിവെള്ളം ഇല്ലാഞ്ഞിട്ട് സമരം വന്ന വരെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും ഇതിന് ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല.
അതുപോലെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഗ്രാമസഭയിൽ എല്ലാവരും പറയും, മെമ്പർമാരാണെങ്കിലും പറയും, നിങ്ങൾക്ക് ഗ്രാമസഭയിൽ വരാൻ മേലായിരുന്നു എന്നൊക്കെ പറയും. ഒരുപാട് ജീവിക്കാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മിക്കവരും ഇനി ഗ്രാമസഭയിലൊന്നും പോകുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മിക്ക വാർഡുകളിലും മെമ്പർമാർ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എല്ലാ വാർഡിലുള്ള എല്ലാ അംഗങ്ങളെയും അതിൽ ആഡ് ചെയ്തിട്ട് പഞ്ചായത്തിലുണ്ടാകുന്ന കാര്യങ്ങളെല്ലാം യഥാസമയങ്ങളിൽ അറിയിക്കുന്ന പല വാർഡും എനിക്കറിയാം. പക്ഷെ ഞങ്ങളുടെ വാർഡിലില്ല. 9ാം വാർഡിൽ ഇന്നേ വരെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഇല്ല, മെമ്പർ ഒരു കാര്യമായിട്ട് അറിയിച്ചിട്ടുമില്ല. എന്നിട്ടും വീണ്ടും ഇലക്ഷനൊക്കെ വരുമ്പോൾ വീണ്ടും ഇവിടെ നിൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പല വാർഡുകളിലെ സ്ഥാനാർത്ഥി നിർണയങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തിയായി വരികയാണ്. അവസാന റൗണ്ടിലേക്ക് അടുക്കുകയാണ്. അപ്പൊ നമ്മള് ഈ കൈയുടെ ഈ ചൂണ്ടുവിരലിന്റെ അറ്റത്ത് പറ്റുന്ന മഷിക്ക് ഒരുപാട് മൂല്യമുണ്ട്, വിലയുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയ ആ കാളവണ്ടി യുഗത്തിലേക്ക് നമ്മുടെ വാർഡുകളെല്ലാം മാറും. നമുക്ക് വികസനമില്ലെന്ന് പറയുമ്പോൾ നല്ല അറിവും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ മാത്രമേ പഞ്ചായത്തിലോട്ട് നീ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വാട്സപ്പ് ഗ്രൂപ്പ് പോലും ഇല്ലാത്ത ഒരു വാർഡെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ 9ാം വാർഡാണ്. ഞാൻ നമ്മുടെ കുറിച്ചിയിലൊരു മെമ്പറുണ്ട്, നമ്മുടെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹമൊക്കെ എല്ലാം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പഞ്ചായത്തിന്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് അന്നേരം നോട്ടീസ് എല്ലാം ഗ്രൂപ്പുകളിലോട്ട് ഇട്ട് കൊടുക്കുകയും അതെല്ലാം എനിക്കും കിട്ടുന്നുണ്ട്. കുറിച്ചിയിൽ ഒരു വാർഡിൽ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈ 9ാം വാർഡിൽ നടക്കുന്ന ഒരു കാര്യം പോലും എനിക്ക് കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഞാൻ 9ാം വാർഡ് തന്നെയല്ല പറയുന്നത്, പുതുപ്പള്ളി പഞ്ചായത്തിന്റെ പല വാർഡുകളിലും ഇതുപോലെയൊക്കെ തന്നെയാണ് അവസ്ഥ. അതുപോലെ വഴിയുടെ കാര്യമാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വഴിയും ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ്. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. ഇതൊക്കെ എന്ന് ശരിയാവുമെന്ന് അറിയത്തില്ല. പല വാർഡിലും ജനങ്ങൾ ദുരിതം കാരണം അവരൊക്കെ കൂലിപ്പണിക്ക് പോയിട്ട് ബാലൻസ് വരുന്ന മിച്ചം പിടിച്ച തുക കൊണ്ട് എല്ലാവരും വീതം ഇട്ട് ഇപ്പോൾ ഓരോരോ വഴികൾ നന്നായിക്കൊണ്ടിരിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയ നമ്മുടെയൊക്കെ നാടിന്റെ അവസ്ഥ എന്താണെന്ന് ഓർത്ത് നോക്കിയ. നാട്ടുകാർ തന്നെ വഴി നന്നാക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സമ്മതിദാനാവകാശം ശരിയായ വണ്ണം വിനിയോഗിക്കുക. അപ്പൊ നമുക്കിനി ബാക്കി ഇലക്ഷൻ കാഴ്ചകളിലേക്ക് വരും ദിവസങ്ങളിൽ പോവാം.